Hi friends, welcome back to Story Hub. നമുക്കിന്ന് ചിക്കൻ വെച്ചിട്ടുള്ള റെസിപ്പിയാണ് ചെയ്യുന്നത്. അതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ ഈ സ്റ്റോറി ഹബിൽ മൂവീസും കുക്കിങ്ങും എല്ലാം ഉൾപ്പെടുത്തി ഞങ്ങൾ 3 പേര് ചേർന്ന് ചെയ്യുന്ന ചാനലാണിത്. അപ്പോൾ അതിൽ കുക്കിംഗ് കൂടാതെ വേറെ വീഡിയോസ് കണ്ടെന്നും പറഞ്ഞ് നിങ്ങൾ എൻ്റെ കുക്കിംഗ് വീഡിയോസ് ഒന്നും സ്കിപ്പ് ചെയ്ത് പോകരുത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, അപ്പം ഞാൻ കുക്കിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഇന്ന് ചിക്കൻ വെച്ചിട്ട് മിർച്ചി ചിക്കൻ റോസ്റ്റാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം നമുക്ക്. ഓക്കെ, ഇവിടെ ഒരു 1/4 കിലോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് ആവശ്യമായ സാധനങ്ങൾ ചേർക്കാം. ഇത്രയും 1/4 സ്പൂണോ 1/4 സ്പൂണൊന്നും ഇല്ല, അതിൽ കുറവ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1/2 സ്പൂണ്, ഇതെല്ലാം ടീസ്പൂണാണ് അതിനെടുത്തേക്കുന്നത്. 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിനിട്ട് കൊടുക്കണം, അതിന് അളവൊന്നുമില്ല. ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ചിക്കൻ വേവാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാൻ ഒരു ഗ്ലാസ്സോളം, ചെറിയ ഗ്ലാസ്സിന് 1 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചിട്ടുള്ള കിടക്കട്ടെ, ഇത്രയും വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നന്നായി ഇളക്കി യോജിപ്പിച്ച് കുക്കറിൽ നമുക്കൊരു 3 വിസിൽ വരെ ഇത് അടുപ്പിച്ച് വേവിച്ചെടുക്കാം. ഓക്കെ, ഞാനിനി ഇത് വെച്ചിട്ട് കാണിച്ചു തരാം. ഞാനിപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ വേവാൻ വെച്ചിട്ടുണ്ട്. വിസിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3 വിസിലാകുമ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഞാനിവിടെ നമ്മുടെ ചിക്കൻ റോസ്റ്റിന് മസാല തയ്യാറാക്കാനുള്ള സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സവാള, ഒരു 20-25 കുഞ്ഞുള്ളി, മീഡിയം സൈസ് ഇഞ്ചി, ഒരു 8-9 വെളുത്തുള്ളി, ചെറിയ വെളുത്തുള്ളി എടുത്തേക്കുന്നത്, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇത്രയും സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്. ഉള്ളി ഞാനൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യും. സവാള അതുപോലെ ഉള്ളിയുടെ വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കും. ഇഞ്ചിയും വെളുത്തുള്ളി ഞാനത് പേസ്റ്റ് രൂപത്തിലാക്കും. പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കും. ഓക്കെ, ഇനി നമുക്ക് ചിക്കൻ റോസ്റ്റ് ചെയ്യാനുള്ള മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്കൊരു 1.5-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടാവട്ടെ. ചൂടാവുന്ന സമയത്ത് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ചേർക്കുന്ന സമയത്ത് നല്ലൊരു മണമാണിവിടെ. നന്നായി മുരിഞ്ഞു വരണം. ആ ഒരു നല്ല പ്രത്യേക സ്മെല്ല് വരുന്ന സമയത്ത് വേണം നമുക്ക് സവാള ഉള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. നല്ല സ്മെല്ല് വരും ഇഞ്ചി വെളുത്തുള്ളിയും മൊരിയുന്നതിൻ്റെ. അതിന് ശേഷം നമ്മളെടുത്ത് വെച്ച ഉള്ളി, സവാള, പച്ചമുളക് അരിഞ്ഞാണിത് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായി ഇത് വഴന്ന് കിട്ടണം. വഴന്ന ശേഷം നമുക്ക് ബാക്കി പ്രൊസീജിയർ ചെയ്യാം. വഴന്നിട്ടിപ്പം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം, പെട്ടെന്ന് വഴന്ന് കിട്ടാം. തീ ഒരു മീഡിയത്തിലേക്ക് മാറ്റിയിട്ട് നന്നായി വഴറ്റിയെടുക്കുക. വഴറ്റിയ ശേഷം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ ഉള്ളി ഇപ്പം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി വഴറ്റണം. ഓക്കെ, നമ്മുടെ മുളക് ഇപ്പോൾ നന്നായി കിടന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ബാക്കി പൊടികളൂടെ ചേർത്ത് കൊടുക്കാം. 2 നുള്ള് മഞ്ഞൾപ്പൊടി ചേർക്കാം. നന്നായി ഇളക്കി കൊടുക്കുക.
1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല, സ്പൂണ് കുരുമുളക് പൊടി, ഒരു 2 നുള്ള് പെരുംജീരകപ്പൊടി ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. പച്ചമണം പൂർണ്ണമായി മാറുന്ന വരെ നന്നായി ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അതിൻ്റെ ചിക്കൻ ഇവിടെ വെന്തിരിപ്പുണ്ട്. നമുക്കിത് പച്ചമണം മുഴുവൻ മാറിയ ശേഷം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കണം. നന്നായി ഒന്ന് യോജിച്ച് വരാനായിട്ടാണ്. ഞാൻ 2 ട്രിപ്പായി ഒഴിച്ചതേ ഉള്ളൂ. 1/2 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുള്ളായിരുന്നുള്ളൂ. നന്നായി തിളച്ച ശേഷം ചിക്കൻ ചേർത്ത് കൊടുക്കാം. നന്നായി മസാലയും ചിക്കനും കൂടെ കിടന്ന് റോസ്റ്റ് ആവണം. ഇത് ചെറിയ തീയിലിട്ട് വയ്ക്കണം. ഇതാ നമ്മുടെ മിർച്ചി ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാം ഇപ്പം ചിക്കനിലേക്ക് പിടിച്ചിട്ടുണ്ട്. നമുക്ക് അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി ഒരു 10-15 മിനിറ്റ് അടച്ചു വെക്കാം. അതിനുശേഷം സെർവ് ചെയ്യാം. നമ്മുടെ മിർച്ചി ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.